ഹായ് ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംബൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നാളായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഉച്ചയ്ക്കൊന്ന് അമ്പാടി വരുന്നതിന് മുമ്പ് ഒന്ന് കുക്ക് ചെയ്യുന്നതും പിന്നെ അമ്പാടി വന്ന വീഡിയോയും അവന് ട്യൂഷൻ കൊണ്ടാക്കുന്ന അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ Home Life by Malu Sambus. അമ്പാടി സ്കൂൾ വിട്ട് 3:30 ആകുമ്പോഴത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ എനിക്ക് ചോറും കറികളൊക്കെ വെക്കണം. കാര്യം ഇന്ന് രാവിലെ അമ്പാടി കാപ്പിയാണ് കൊണ്ടുപോയത് കേട്ടോ. ഇന്ന് പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോഴാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, മീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരി തന്നെ ഇവിടെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊഴിയാളയാണ് കേട്ടോ, മറ്റേ കണ്ണൻ കൊഴിയാളയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ഈ മീൻ കട്ട് ചെയ്യുന്നത് സുഹൃത്തുക്കളെ. ആരെങ്കിലും മീൻ കട്ട് ചെയ്ത് തന്നാൽ ഞാൻ സുഖമായിട്ട് അത് വെച്ച് കൊടുക്കും. പക്ഷേ എനിക്ക് മീൻ വൃത്തിയാക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ചേട്ടനാണ് മീനെല്ലാം സെറ്റാക്കി വൃത്തിയാക്കി അടിപൊളിയാക്കി തരണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഉള്ളപ്പോൾ എനിക്ക് മീൻ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ചേട്ടൻ തന്നെ എല്ലാം റെഡിയാക്കി തന്നോളൂ, ഞാൻ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പണിയാണ് എനിക്ക് അടുക്കള ജോലിയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലി എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പൊരിക്കാനും പിന്നെ 2 ദിവസമായിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. പൊരിക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇന്ന് കറി വയ്ക്കാനുള്ളതും പിന്നെ നാളത്തേക്കുള്ളതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ളത് അപ്പോഴേ തന്നെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയപ്പോൾ നോക്കിയപ്പോൾ ചുമന്ന ചീര ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചുമന്ന ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറും അങ്ങനെയുള്ള കുറച്ചധികം ഇല്ലാത്ത സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അരപ്പ് പുരട്ടേണ്ട കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി, കാരണം ഇത് കാശ്മീരി മുളക് പൊടിയല്ലേ, കളർ കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്, പക്ഷേ എരി കൂടുതലാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുരുമുളകും ചേർത്തിട്ടുണ്ട്. കുരുമുളക് ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. മീൻ പൊരിക്കാനൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ കുറച്ചധികം കുരുമുളക് ചേർക്കാറുണ്ട്. അതിനുശേഷം ഉപ്പും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീനുമായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യട്ടെ, അത് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഞാൻ ചോറ് വെന്തിട്ടിട്ട് അങ്ങനെ ചോറ് ഞാൻ ഇതുപോലെ ഊറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ചീര നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് മീൻ വയ്ക്കാം. അപ്പോൾ മീനിന് കടുവറുത്ത് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ അതിൽ കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുള്ളത്, അപ്പോൾ കുറച്ച് കളർ വരാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പും ചേർത്ത് പിന്നെ തക്കാളിക്ക് നല്ല പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉണ്ടമുളക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് മീനിൽ. അപ്പോൾ ഉണ്ടമുളകും മുരിങ്ങക്കയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അരപ്പൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിടാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. എത്രയൊക്കെ ഞാൻ നല്ലതുപോലെ അരപ്പ് പുരട്ടി എനിക്ക് ആ ഒരു മൈൻഡിലൊരു 100% ഇട്ട് ഞാൻ മീൻ പൊരിക്കാൻ വെച്ചാലും സുഹൃത്തുക്കളെ, എൻ്റെ വിതിരയിലത്തെ അമ്മ പൊരിക്കാൻ എൻ്റെ ടേസ്റ്റ് കിട്ടൂല മീനിന്. അതെൻ്റെ അമ്പാടി എപ്പോഴും പറയാനുണ്ട്, അമ്മ വിതിരയിലത്തെ അമ്മ പൊരിക്കണ പോലെ അല്ല അമ്മ പൊരിക്കണം. ഞാൻ പക്ഷേ അതേപോലെയാണ്, എന്താണ് കൈപ്പുണ്യമല്ലേ, അതൊക്കെ ആയിരിക്കും. അപ്പോൾ മീനിനുള്ള അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോഴും ഞാൻ മീൻ പറക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളങ്ങനെ അധികം ഒന്നും ഇളക്കി കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അത് ചെറു തീയിലിരുന്ന് അത് തിളയ്ക്കുമ്പോഴാണ് അവിടെ ടേസ്റ്റ് കൂടുതൽ. അടുപ്പിൽ വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടാറ്. അതിനുശേഷം ഞാൻ ചീര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ തിളയ്ക്കുമ്പോൾ നല്ല മണമായിരുന്നു. ഈ പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മണമായിരുന്നു കേട്ടോ. കുറച്ചധികം കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ചീര തോരൻ വയ്ക്കാൻ സുഹൃത്തുക്കളെ. ചീരയിലേക്ക് ഞാൻ കുറച്ചൊരു സവാളയൊക്കെ അരിഞ്ഞിടാറുണ്ട് കേട്ടോ. ചിലവർ അരിഞ്ഞിടൂല, ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിയലും പിന്നെ ചീര തോരനും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ. എനിക്ക് അവിയലും ചീരത്തോരനൊക്കെ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ അവിയലിന് അരപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തോരത്തിനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തോരൻ റെഡിയായപ്പോൾ തോരത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയത്ത് ചോറൊന്നും ഞാൻ അടുപ്പിൽ വെച്ചൊന്നും ഇവിടെ പൊട്ടിക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചീരത്തോരത്തിനെല്ലാം അരപ്പിട്ട് ഇളക്കിയിട്ടുണ്ട്. അവിയലിനും അതുപോലെ തന്നെ ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിനുശേഷം കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അവിയലിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ കുക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ.
ഗെയ്സ്, അപ്പോൾ എൻ്റെ ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അമ്പാടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അമ്പാടിയുടെ വണ്ടി വരണ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പാടിനെ വിളിക്കാൻ പോവാം ഗെയ്സ്. ഗെയ്സ്, നമ്മൾ തൊട്ടടുത്ത് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം പോവാൻ ഗെയ്സ്. ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ എങ്ങോട്ടും ഇറങ്ങാറില്ല. 2 വീലറിൽ പോകണമെങ്കിൽ ഹെൽമെറ്റ് മസ്റ്റാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഗെയ്സ്. ഗെയ്സ്, അമ്പാടി വന്നിട്ടുണ്ടായിരുന്നു ഗെയ്സ്. ഇന്ന് വണ്ടി നേരത്തെയാണ് വന്നത്. അപ്പോൾ ഞാൻ പകുതി എത്തിയപ്പോഴത്തേക്ക് അമ്പാടി നടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെയും വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അമ്പാടി അമ്പാടി ഓക്കെ ഗൈസ്. അമ്പാടി അങ്ങനെ സ്കൂൾ വിട്ടത് കളിച്ച് വരികയാണ്. ട്യൂഷൻ 4:30 മണിക്കാണ് കേട്ടോ. അമ്പാടി അതൊക്കെ അങ്ങ് മറന്നുപോയെന്ന് തോന്നുന്നത്. താളം തുള്ളി കളിച്ച് വരികയാണ് സുഹൃത്തുക്കളെ. എന്താ പറഞ്ഞതിന് പിണങ്ങിയാണ് ഇതാ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. വീഡിയോയിൽ വരാതെ നോക്കുകയാണവൻ. ഇനി ഷടപടയുന്ന കാര്യങ്ങൾ ചെയ്താൽ കൃത്യം ട്യൂഷന് വിടാൻ പറ്റുള്ളൂ. അമ്പാടി വന്നിട്ട് പിന്നെ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ചോറൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം പിന്നെ നമ്മൾ ട്യൂഷന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം ഗൈസ്. അപ്പോഴിത് അമ്പാടി ഫ്രഷായി വരുന്ന ടൈമിൽ ഞാൻ ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചോറും നല്ല മീൻ കറിയും പിന്നെ അവിയലും ചീര തോരനും മീൻ പൊരിച്ചതും കേട്ടോ. മീൻ പൊരിച്ചത് ഞാൻ ഒരു 4-5 കഷ്ണം പൊരിച്ചിട്ടുണ്ട്. അത് ഫുള്ള് കാണിച്ചു കൊടുത്താൽ പണി കിട്ടും. കാരണം അതെല്ലാം അവന് വേണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവൻ കാണാതെ ഒരു കഷ്ണേ വച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കുട്ടി. നല്ല ആസ്വദിച്ച് എൻ്റെ കുട്ടി ചോറ് കഴിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് അമ്പാടിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണെങ്കിലും അമ്പാടി നല്ല ആസ്വദിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ മീൻ പൊരിച്ചതായ ഉള്ളതുകൊണ്ട് അമ്പാടിക്ക് ഭയങ്കര 100% ഓക്കെയാണ് അമ്പാടി. കാര്യം അമ്പാടിക്ക് ഈ അവിയലിനോട് കുട്ടിക്ക് മുമ്പ് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്ന് എൻ്റെ കുട്ടിക്ക് അവിയൽ തീരെ താല്പര്യമില്ലാതായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവന് മീൻ പൊരിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അവൻ്റെ ചോറ് കഴിക്കുമ്പോൾ അവനൊരു മീൻ പൊരിച്ച കഷ്ണം ഉണ്ടെങ്കിൽ അവന് പിന്നെ സ്വർഗം. അങ്ങനെയാണ് കുട്ടി ഇത് ആസ്വദിച്ചിരുന്ന് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പം അമ്മയായി എൻ്റെ വയറ് നിറഞ്ഞു സുഹൃത്തുക്കളെ. പിന്നെ ഞാൻ വച്ചു കൊടുക്കുന്ന എന്തെങ്കിലും കറിക്കൊക്കെ അമ്പാടി മാത്രമല്ലേ ഉള്ളൂ ഒന്ന് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അവ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ പിന്നെ എനിക്ക് വച്ചു കൊടുക്കാൻ തോന്നുള്ളൂ. അതല്ലേ എൻ്റെ കുഴപ്പം. അപ്പോൾ അത് അമ്പാടി ട്യൂഷന് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കൃത്യം 4:30 മണിക്ക് ട്യൂഷൻ തുടങ്ങും. അങ്ങനെ ഞങ്ങളിതാ ട്യൂഷൻ ഹോമിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് അമ്പാടി കയറി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അമ്പാടി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ വിടുള്ളൂ ട്യൂഷൻ കഴിഞ്ഞ്. ഗെയ്സ്, അങ്ങനെ ഞാൻ അമ്പാടീനെ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനും മറന്നു പോകരുത് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.